പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്നത്തെ സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ്. ഇതിൽ ധനവാൻ പ്രത്യേകിച്ചൊരു തെറ്റ് ചെയ്യുന്നതായിട്ട് സുവിശേഷങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നില്ല. അവൻ മോശമായിട്ടുള്ള മാർഗത്തിലൂടെ സമ്പാദിക്കുന്നതായിട്ട് സുവിശേഷങ്ങളിൽ എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്താണ് പിന്നെ അവൻ ചെയ്ത തെറ്റ്? ബോധപൂർവമായിട്ട് അവൻ ദരിദ്രനായിട്ടുള്ള ലാസറിനെ അവഗണിച്ചു എന്നുള്ളതാണ് തെറ്റ്. പ്രിയമുള്ളവരെ, ഇതിൽ ധനവാൻ എന്ന് മാത്രമാണ് പറയുന്നത്, ധനവാന്റെ പേര് പറയുന്നില്ല. എന്നാൽ ദരിദ്രനായിട്ടുള്ള വ്യക്തിക്ക് ലാസർ എന്ന പേര് ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് താനും. പ്രിയമുള്ളവരെ, ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ നിസ്സാരങ്ങളായിട്ട് കരുതുന്നവരെ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ കാര്യങ്ങളായിട്ട് കരുതുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അർത്ഥമില്ലാത്ത ജീവിതങ്ങൾ ദൈവത്തിന് മുമ്പിൽ അർത്ഥപൂർണമായിട്ടുള്ള ജീവിതങ്ങളാണ് എന്ന് ലാസർ എന്ന പേര് നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സുവിശേഷ ഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വാതിൽ എന്ന് പറയുന്നത്. വാതിലിൻ്റെ ഉള്ളിൽ സമ്പത്ത്, ആഡംബരം, അതുപോലെ തന്നെ വിരുന്ന് ഒക്കെയാണ്. എന്നാൽ വാതിലിൻ്റെ പുറത്ത് ഏകാന്തത, ദാരിദ്ര്യം, ക്ഷമ എന്നുള്ളതാണ്. ദരിദ്രനെയും അതുപോലെ തന്നെ ധനവാനെയും വേർതിരിച്ചിരുന്ന ആ വാതിൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ദരിദ്രരും ധനവാനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അത് സമ്പന്നനും വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും ഇങ്ങനെ സമൂഹം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന വലിയ മതിൽക്കെട്ടുകൾ എപ്പോഴെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ദരിദ്രനും അതുപോലെ തന്നെ ധനവാനും നമുക്ക് മുമ്പിലുണ്ട്. ഇന്ന് നമ്മൾ മലയാളികളുടെ ഉത്സവമായിട്ടുള്ള ഓണം ആഘോഷിക്കുകയാണ്. ഓണത്തിൻ്റെ വലിയ ഒരു സത്ത എന്ന് പറയുന്നത് സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു സമൃദ്ധിയുടെ അവസ്ഥയാണ്. സുവിശേഷ ഭാഗവും അതുതന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്രകാരം മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അപരൻ്റെ ആവശ്യങ്ങളിലോട്ട് നമ്മളുടെ കൈകൾ നീട്ടിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ആമേൻ. നിൻ വഴിയേ